ദൃശ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഒട്ടും മാഞ്ഞു പോകില്ല എസ്കേൻ. കാരണം ചെളിയിൽ അകപ്പെട്ട് കിടക്കുന്ന തലയും കഴുത്തും മാത്രം പുറത്തേക്കിട്ട് രക്ഷ കാത്തു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ദയനീയമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അയാൾക്ക് രക്ഷയെത്തിക്കാൻ, അയാളിലേക്ക് രക്ഷാകരം നീട്ടാൻ എന്തു മാർഗം എന്നറിയാതെ നിസ്സഹായതയോടുകൂടി ഏതാനും മീറ്ററുകൾ അകലെ നോക്കി നിൽക്കുന്ന രക്ഷാ ദൗത്യസേനകളെയും നമ്മൾ കണ്ടു. എന്ത് ചെയ്യുമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് അവിടെ എല്ലാവരും. എസ്കേൻ. ഓക്കെ, ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു എന്ന വാർത്തയാണ്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും അടിയന്തരമായി വയനാട്ടിലേക്ക് പോകുന്നത്. സൈന്യത്തിൻ്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ബാംഗ്ലൂരിൽ നിന്നാണ് എത്തിച്ചേരുക. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കുമെന്ന് അറിയുന്നു. കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുന്നു. പല സ്ഥലങ്ങളിലും ഈ മഴക്കെടുതിയുടെ വാർത്തകൾ വരുന്നുണ്ട്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മുതിരപ്പുഴയാറിലും ജലനിരപ്പ് ഉയരുകയാണ്. വളരെ ഇരുകരകളിലും താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം. ആലത്തൂരിലും ഉരുൾപൊട്ടലുണ്ടായി. നിങ്ങൾക്കറിയുന്നത് പോലെ ചൂരൽമലയിലും അതുപോലെ വയനാട്ടിലെ മറ്റ് ചില പ്രദേശങ്ങളിലുമാണ് ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും ഭീകരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. രക്ഷപ്പെടുത്തണമെന്ന് വാവിട്ട് നിലവിളിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരു കാഴ്ചയായിരുന്നു അവിടേക്ക് ആളുകൾ സഞ്ചരിച്ച് ശരിക്കും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ ദുരന്ത കാഴ്ചകൾ കാണാൻ ആളുകൾ പോകരുത് എന്ന രീതിയിലുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. മാത്രമല്ല ഈ ആംബുലൻസിനും മറ്റും കടന്നു പോകാനുള്ള വഴി തടസ്സപ്പെടുത്തി മറ്റുള്ള ആളുകൾ ഈ പറയുന്ന ദുരന്ത ഭൂമിയിലേക്ക് കടന്നു ചെല്ലരുത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് നമുക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത് ഇപ്പോൾ എവിടെയാണ് ക്യാമ്പ് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? യഥാർത്ഥത്തിൻ്റെ ഈ പ്രദേശത്തെ ആകാശ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നു. മാത്രവുമല്ല, ഈ അടുത്ത കാലം ഈ ഒരുപക്ഷെ പുത്തുമലയിൽ കണ്ടതിനേക്കാളും ഏറ്റവും വലിയ ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചതെന്ന് കൂടി പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലാകും. മൂടിക്കെട്ടിയ ആകാശത്തിന് കീഴെ ദുരന്തങ്ങൾ പെയ്തിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓവർ ടു സുർജിത്ത് അയ്യപ്പത്ത്. എസ്കേൻ, വലിയ ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം സമാനതകളില്ലാത്ത ദുരന്തമെന്ന് വിശേഷിപ്പിക്കാം. കേരളത്തിൽ ഇത്രമാത്രം വ്യാപ്തിയുള്ള മരണം സംഭവിച്ച അങ്ങനത്തെ ഒരു ദുരന്തം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകില്ല. നേരത്തെ പുത്തുമലയുടെ അനുഭവം ഇവർക്കുണ്ട്. 2019 ഓഗസ്റ്റ് 8-ാം തീയതിയാണ് പുത്തുമലയിൽ ഉരുൾപൊട്ടുന്ന സാഹചര്യമുള്ളത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഇന്നലെ പോലും ആളുകൾ ആ അനുഭവം വെച്ചാണ് സംസാരിച്ചിരുന്നത്, ഈ പ്രദേശത്തുള്ള ആളുകൾ. പക്ഷേ ഇപ്പോൾ മരണത്തിൻ്റെ വ്യാപ്തി കൂടുന്നു. ഇപ്പോൾ ലഭിച്ച കണക്കുകൾ പ്രകാരം 43 പേർ, ചാലിയാറിലടക്കം കണക്ക് കൂട്ടുമ്പോൾ 43 പേർ മരിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനം സജീവമായ രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ മുണ്ടക്കൈ മേഖലയെ തൊടാൻ വേണ്ടി കഴിയുന്നില്ല ആർക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ആളുകൾ മുണ്ടക്കൈയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി നിൽക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡിൽ ചെളി കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. പുഴ ഗതിമാറി ഒഴുകിയ പ്രദേശം ഇതാണ്. ഈ പ്രദേശത്താണ് ഇങ്ങനെ ചെളിക്കൂമ്പാരമായി കിടക്കുന്നത്. അത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മൃതദേഹങ്ങൾ പല മേഖലകളിൽ നിന്നും കിട്ടുന്നുണ്ട്. ഈ അട്ടമലയിൽ നിന്നടക്കം മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു. ചാലിയാറിലേക്ക് കൂടുതൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു. ഈ പുഴ ഒഴുകുന്നത്, അതായത് മേപ്പാടി ഭാഗത്തു നിന്നുള്ള 2 പുഴകളുണ്ട്. ഒന്ന് കള്ളാടിപ്പുഴയും മറ്റൊന്ന് ചൂരൽമലപ്പുഴയും. ഈ ചൂരൽമലപ്പുഴ ഒഴുകി എത്തുന്നത്, കള്ളാടിപ്പുഴ ഒഴുകിയെത്തുന്നത്, 2 മേഖലയും രണ്ട് പുഴകളും ഒഴുകിയെത്തുന്നത് നേരെ ചാലിയാറിലേക്കാണ്. ചാലിയാറിലാണ് മൃതദേഹങ്ങൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് വല്ലാത്ത ഒരു അവസ്ഥയാണ്, വല്ലാത്ത ഒരു സ്ഥിതിയാണ്. കാരണം 43 മരണം എന്നുള്ളതാണ് ഇപ്പോൾ അനൗദ്യോഗികമായ വിവരം. ആ അനൗദ്യോഗികമായ വിവരം അതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. വയനാടിനെ സംബന്ധിച്ച് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ സൈന്യം എത്തിയാൽ മാത്രമേ എന്തെങ്കിലും നടക്കൂ എന്നുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. NDRF സംഘം നേരത്തെ പല ഭാഗങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ലാത്ത ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ചൂരമല
എന്ന് പറയുന്ന പ്രദേശം, മുണ്ടകൈ എന്ന് പറയുന്ന പ്രദേശങ്ങളൊക്കെ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഒരുപാട് ആളുകൾ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു. അവരെ രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. സൈന്യത്തിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ NDRFിൻ്റെ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കൂ. മാത്രമല്ല ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ കണക്റ്റ് ആക്കുന്ന പാലം ഒലിച്ചു പോയതാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. കാരണം ഒരു വാഹനത്തിന് അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല. മാത്രമല്ല വടം കെട്ടി ചില ആളുകളൊക്കെ ഇപ്പുറം ഈ പാലത്തിന് പകരം വടം കെട്ടി കടന്നു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ പരിമിതമായി മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ചിത്രങ്ങളുണ്ട്. അവരിൽ പല ആളുകളും നമുക്ക് സന്ദേശങ്ങൾ അയക്കുന്നു, നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കുന്നുമുണ്ട്. നിങ്ങളൊക്കെ ധൈര്യമായിട്ട് ആത്മവിശ്വാസത്തോടെ ഇരിക്കണം. വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്.